ഈ മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, പണ്ട് ജോയിന്റ് ഫാമിലിയിലാണ് ജീവിച്ചത്. ആ ജോയിന്റ് ഫാമിലിയിൽ പരസ്പരം ആശ്വസിപ്പിക്കാനും കൺസോൾ ചെയ്യാനും നിർത്താനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറി. അപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടലിന്റെ പ്രശ്നങ്ങളുണ്ട്. ലോൺലിനെസ് എന്ന് പറയുന്നത് ഇന്ന് വലിയ സബ്ജക്റ്റാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചു. ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. WHO വരെ അതൊരു വലിയ സബ്ജക്റ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിപ്രഷൻ എല്ലാം. അതിലൊരു ജെൻഡർ ഇഷ്യൂ ഒന്നുമില്ല. അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ആർക്കാണ് മെന്റൽ ഹെൽത്ത്? അത് അങ്ങനെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കൂടുതലും പുരുഷന്മാർക്ക് കുറവൊന്നുമില്ല. വരുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. അത് ഈ ഒരു നാണമായതുകൊണ്ടാണ്. പണ്ട് ഇപ്പോ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോലും ആളുകൾ പോകില്ലായിരുന്നു. കാരണം സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്ന ആളെ ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കുക. ഇപ്പൊ എത്ര വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ, വലിയ ടോപ്പിലിരിക്കുന്ന കോർപ്പറേറ്റിലൊക്കെ വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകൾ കൺസൾട്ട് ചെയ്യാൻ പോകും. ഏത് ഒരു സൈക്കാട്രിസ്റ്റായിട്ട് കൺസൾട്ട് ചെയ്യാൻ പോകും. പെട്ടെന്ന് നമ്മൾ ഡൗൺ ആവും, പെട്ടെന്ന് നമുക്കൊരു ഡിപ്രഷൻ വരും, വല്ലാതെ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് പോകും. ഇതിന് എൻ്റെ ഒരു സാധനമുണ്ട്, ഞാനിപ്പോഴും പറയുന്ന സാധനം. എന്താണ് നോർമൽ അബ്നോർമൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഞാൻ പറയുന്നത് ചെറിയൊരു പാഠം മാത്രമാണ് എൻ്റെ ഇടയിൽ. നോർമലും അബ്നോർമലിൻ്റെ ചെറിയൊരു ലൈൻ മാത്രമാണ്, ചെറിയൊരു ലൈൻ. നോർമലാണെന്ന് നമ്മളെല്ലാം വിശ്വസിക്കില്ല. രാത്രി ആകുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം അബ്നോർമലായിട്ട് പെരുമാറിയെങ്കിലും. ഞാൻ ഇടയ്ക്ക് പെരുമാറാറുണ്ട് അറിയാതെ. ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ആലോചിക്കും, ഇതൊരു നോർമൽ ബിഹേവിയർ അല്ല എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മൾ ഒരു ദിവസം നോർമലാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന നമ്മൾ പല പ്രാവശ്യം ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോട്